അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1233. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാൽ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, സഅലഹു റജുലുൻ ഫഖാൽ, ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യു ഷഹ്രിൻ തഅ്മുറുനി അൻ അസൂമ ബഅദ ശഹ്രി റമളാൻ, വിശുദ്ധ റമളാനിന് ശേഷം നോമ്പെടുക്കാൻ ഏതൊരു മാസമാണ് നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? ഖാല ലഹു, അദ്ദേഹത്തോട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സമീഅതു അഹദൻ യസ്അലു ഹാദാ, ഞാൻ ഒരാളെയും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഇല്ലാ റജുലൻ, ഒരാളൊഴികെ. സമീഅതുഹു യസ്അലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഇതിനെക്കുറിച്ച് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. വഅന ഖാഇദുൻ ഇൻദഹു, ഞാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു. ഫഖാല, അദ്ദേഹം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യു ഷഹ്രിൻ തഅ്മുറുനി അൻ അസൂമ ബഅദ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന് ശേഷം, റമളാനിൽ ഞാൻ നോമ്പെടുക്കാറുണ്ട്, റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏതൊരു മാസമാണ് അവിടെ നിന്നോട് കൽപ്പിക്കുന്നത്? ഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ കുന്ത സ്വാഇമൻ ബഅദ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന് ശേഷം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫസും അൽ മുഹറം, നിങ്ങൾ മുഹറം മാസം നോമ്പെടുക്കണം, മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. ഫഇന്നഹു ശഹ്റുല്ലാഹ്, നിശ്ചയം മുഹറം മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ്. റജബിനെ കുറിച്ചും അള്ളാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശഹ്റുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹറമിനെ കുറിച്ചും അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അത് ആ മാസത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. മുഹറം മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക. ഫീഹി യൗമുൻ താബല്ലാഹു ഫീഹി അലാ ഖൗം, ഒരു വിഭാഗം ആളുകളുടെ തൗബ അള്ളാഹു ആ മാസത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. വയതൂബു ഫീഹി അലാ ഖൗമിൻ ആഖറിൻ, ശിഷ്ടകാലം വരുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് മുഹറം മാസം. വിശുദ്ധമായ മുഹറം മാസം വളരെ പവിത്രതയുള്ള മാസമാണ്. അതിലെ 9ഉം 10ഉം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഈ ഭൂലോകത്തേക്ക് വർഷിച്ച, ആദ്യമായ മഴ ഇറങ്ങിയതും അതിന് നബി അലൈഹി ഇസ്ലാമിന്റെ തൗബ സ്വീകരിച്ചു തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ച മാസമാണ് മുഹറം മാസം. ഈ മാസത്തിൽ നോമ്പെടുക്കുകയും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും, പ്രത്യേകിച്ച് മുഹറം 10 എല്ലാവരും നോമ്പെടുത്ത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ഹറമിൽ നിന്നാണ് ഈ വോയിസ് വിടുന്നത്, മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ്. ഇവിടെ ഇന്നാണ് മുഹറം 10, നാട്ടിലൊക്കെ നാളെയാണ് മുഹറം 10. അല്ലാഹു തആല ഈ മാസം കൊണ്ട് വിജയിച്ചുള്ള അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.